or suicide. Suicide? Suicide, they close the tower. You can't go up. Suicide. Now only they've opened the tower. പണ്ട് നമ്മുടെ ദാസനും വിജയനും വന്നപ്പം ഇതൊരു അത്ര നല്ല അല്ലേ ടവറൊന്നും അല്ലായിരുന്നു. അതൊരു ഭീകര ലുക്കായിരുന്നെങ്കിലും ഇപ്പം അടിപൊളി ലുക്കായി. എൻ്റെ പൊന്നെ നോക്കട്ടെ. കമോൺ ബോയ്സ് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ രാജു വരുന്ന സ്ഥലമാണ് നാട്ടിത്. നമ്മുടെ ദാസനും വിജയനും ഇവിടാണ്. അവരിങ്ങനെ കയറി വരുന്നു. ഇവിടെ വെച്ചാണ് ആ സംഭാഷണമൊക്കെ. പിന്നീട് ഇതിന് ചുറ്റുമുള്ള ഓട്ടം. പിന്നെ ഏറ്റവും ഒടുവിൽ താഴോട്ട് പോകും. ഇതിൽ വേണം നമുക്ക് നമ്മുടെ പേരൊക്കെ എഴുതാം കേട്ടോ. ഷൈജു വ്ളോഗർ. എന്തായാലും ഞാനും എഴുതി. ഓടുകയാണ്, നമ്മളൊക്കെ ഓടുകയാണ് ഇവിടെ. ലാസ്റ്റ് ദാസനും വിചാരം ഓടിയതുപോലെ നമ്മളെ ഓടിച്ച് താഴെ ഇടായിരുന്നാൽ മതി. ഹായ്, നമസ്കാരം. ഷൈജു ആണ്. എൻ്റെ പിന്നിൽ കാണുന്നത് ഒരു പാർക്കാണ്. ചെന്നൈയിലാണ്. അണ്ണാനഗർ ടവർ പാർക്ക്, ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് മലയാള സിനിമയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലമാണ്. ഒറ്റ ഡയലോഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പവനായി ശവമായി. നമ്മളെ നാടോടിക്കാറ്റ് സിനിമയ്ക്കകത്ത് നമ്മളെ ദാസനെയും വിജയനെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാപ്റ്റൻ രാജു വിളിച്ചു വരുത്തുന്ന ഒരു സ്ഥലമാണിത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ പാർക്കിനുള്ളിൽ കാണുന്ന ആ ഒരു ടവറാണ് ആ ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ ടവർ നമുക്കൊന്ന് കാണാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. ഇപ്പോൾ സിനിമയ്ക്കകത്ത് ഇത് ഒറ്റപ്പെട്ട സ്ഥലമായിട്ടല്ലേ കാണിക്കുന്നത് അല്ലേ? പക്ഷെ ഇതൊരു വലിയ പാർക്കാണ് കേട്ടോ. ആളുകളൊക്കെ ഒരുപാടുണ്ടല്ലോ. ആളുകൾ വേണ്ട വൈകുന്നേരങ്ങൾ നടക്കാൻ വരുന്നുണ്ട്. இப்போ இந்த பார்க் இப்போ தான் ஓப்பன் பண்ணியிருக்காங்க. இப்போ கொஞ்சம் மாதத்துக்கு முன்னாடி டவர் மட்டும் இப்போ ஓப்பன் பண்ணாங்க. பார்க் இப்போ 2000லேயே ஓப்பன் பண்ணிட்டாங்க. நிறைய மூவி ஷூட்டிங்லாம் நடந்தது. ஆனால் இப்போ தான் வந்து ரீசெண்டாக கொஞ்ச நாள் முன்னாடி சூசைட் வந்துச்சு. ஒரு சூசைட்னால they close the tower. You can't go up. அப்போ சூசைட். Now only they've opened the tower. ஸோ இப்போ தான் ரீசெண்டாக ஒரு 2 months before தான் இது ஓப்பன் பண்ணாங்க. ഇപ്പോൾ പോകണം. കുട്ടികൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂയിസൈഡ് നടന്നതിനെ തുടർന്ന് നമ്മുടെ ഈ ടവർ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അകത്തോട്ട് കയറുന്നതും മുകളിലേക്ക് കയറുന്നതൊക്കെ തന്നെ ഇത് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ആ സിനിമയിലെ പവനാഴി ശവമായി. അതങ്ങ് ഏറ്റവും മേളിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ സൂയിസൈഡ് ചെയ്ത കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഒരുപാട് ആളുകൾ വരുന്നൊരു പാർക്കാണിത്. നോക്കിയേ, രസമുണ്ടല്ലേ. ഒരു ആനയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ടവറിൻ്റെ താഴെയുള്ള ചില കാഴ്ചകളാണ്. നോക്കിയേ, കൊച്ചു കുട്ടികളൊക്കെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയാണ്. പണ്ട് നമ്മുടെ ദാസനും വിജയനും വന്നപ്പം ഇതൊരു അത്ര നല്ല അല്ലേ ടവറൊന്നും അല്ലായിരുന്നു. അതൊരു ഭീകര ലുക്കായിരുന്നെങ്കിലും ഇപ്പം അടിപൊളി ലുക്കായി. എൻ്റെ പൊന്നെ നോക്കട്ടെ. വാട്ടർ ഫൗണ്ടനൊക്കെ വന്നു. അപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. നോട്ട് ഈ ടവർ ഒന്ന് കാണണ്ടേ. എൻ്റെ പൊന്നോ, നല്ല രസമല്ലേ. എല്ലായിടത്തും ഉണ്ടല്ലേ. ആഹാ, കൊള്ളാമല്ലോ. പവനായി ശവമായി അല്ലേ. നമുക്ക് എന്തായാലും ഈ പാർക്കിൽ ഒന്ന് കയറാം. ഇവിടെ ഒരു ഫൗണ്ടനുണ്ട്, ഇവിടെ ഉണ്ട്, ചുറ്റോട് ചുറ്റും. ഈ ടവർ 1968 അല്ലേ, 68 പണിതാണ് കേട്ടോ. സർദാർ ഉജ്ജൽ സിംഗ്. അപ്പോൾ നമ്മൾ ടവറിലേക്ക് കയറി. അത് സ്റ്റെപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ. ഇതുപോലൊരു കെട്ടിടം നമ്മളെ തിരുവനന്തപുരത്തുണ്ട്, അത് പറയാമോ? ഇന്ത്യൻ കോഫി ഹൗസ്. കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ആകർഷകമാക്കി, നല്ല കളർ തീമൊക്കെ ആക്കി. ഇതുവഴി കയറാൻ അത്ര വലിയ പാടില്ല. ഞാനടുത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ദാസനും വെച്ചാൽ ഓടുമായിരുന്നു വഴി അല്ലേ. പവനാഴിയെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ സത്യത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമ മാത്രമല്ലല്ലേ, കുറേ സിനിമകളുണ്ട് കേട്ടോ. അതെ അതെ അതെ. ഹായ്,
കുറേ ഉണ്ട് കയറാൻ. കയറി 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 പോവാടേ. എന്നെ ഇവിടെ കൊണ്ടുപോകാം. മേളിൽ കയറിയാൽ നമുക്ക് കാണാം ചെന്നൈ മുഴുവൻ. നല്ല കാറ്റാണേ. നമ്മളങ്ങനെ നല്ല ഹൈറ്റിലേക്ക് എത്തി. നോക്കിയേ, താഴെ മരങ്ങളൊക്കെ കാണാം. നമ്മളെ വയനാട്ടിലും മതിലുകളിലൊക്കെ പെയിൻ്റ് അടിച്ചാലാണുള്ളത്. എത്താറായില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കാഴ്ച നല്ല ഭംഗിയാണല്ലോ നമുക്ക്. ഈ മരങ്ങൾക്കിടയിൽ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ് അല്ലേ? അടിപൊളി കേട്ടോ. ചെന്നൈയുടെ സിറ്റിക്കകത്ത് അല്ലേ? ഇത് നല്ല വിശ്രമിക്കാൻ ഒരു സ്ഥലം കൂടിയാണ് അല്ലേ? നല്ല കാറ്റൊക്കെ കൊണ്ട് ആളുകൾക്ക് വിശ്രമിക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് ആളുകൾ ഈ ഇതിനകത്തെല്ലാം ഇടയ്ക്കെല്ലാം ഇരിക്കുന്നുണ്ട്. മേളിലെത്തി അല്ലേ? നമ്മൾ പാവം പിടിച്ച ദാസൻ്റെയും വിജയൻ്റെയും നാടോടിക്കാറ്റ് ഓർമ്മ വരികയാണ്. കമോൺ ബോയ്സ് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ രാജു വരുന്ന സ്ഥലമാണ് നാട്ടിത്. നമ്മുടെ ദാസനും വിജയനും ഇവിടാണ്. അവരിങ്ങനെ കയറി വരുന്നു. ഇവിടെ വെച്ചാണ് ആ സംഭാഷണമൊക്കെ. പിന്നീട് ഇതിന് ചുറ്റുമുള്ള ഓട്ടം. പിന്നെ ഏറ്റവും ഒടുവിൽ താഴോട്ട് പോകുന്നു. താഴോട്ട് പോകുന്നതാണ്ട് ഈ വെള്ളത്തിനകത്തോട്ടാണ്. ഇവിടുന്ന് കണ്ടില്ല ആ വെള്ളത്തിനകത്തോട്ട് പോവുകയാണ്. അടിപൊളി. അവിടം വരെ നമ്മുടെ ഹൈറ്റ് ഉണ്ട്. എന്തായാലും ഇത് നല്ല രസമുണ്ട് ഈ ഒരു വർക്ക് കാണാൻ. കൊള്ളാം, ഭംഗിയായിട്ടുണ്ട്. ചുറ്റും നടക്കാമുണ്ട്. അവിടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പേര് എഴുതിയിടണോ? ഇവിടെ എല്ലാവരും പേര് എഴുതിയിടുന്നുണ്ട് ഇവിടെ. അടിപൊളി. ഈ സൺസെറ്റ് കാണാൻ കൂടിയാണല്ലോ വന്നിരിക്കുന്നത്. നല്ല രസമല്ലേ? നമ്മൾ താഴെ ഇതിന് ചുറ്റും നടക്കാൻ വരുന്നവർ ഇതിൻ്റെ മേള് വരെ കയറി ഇറങ്ങുക. നല്ല വ്യായാമമാണ്. ஆக்சுவலி நாங்கள் வந்து ஃபஸ்ட் டைம் வந்திருக்கோம். ஸோ அந்த எக்ஸ்பீரியன்ஸ் ஓகே நல்லாவே இருக்குது. ஸோ இதோட ஹைட் பார்த்தீங்கன்னா ஒரு 120 ஃபீட் இருக்குமா. ஸோ இதோட ஹைட் பார்த்தீங்கன்னா ஓகே தான். ஓவராலாக இங்கேருந்து எல்லாத்தையுமே நம்ம ஃபோக்கஸ் பண்ணலாம். அந்தளவுக்கு சூப்பராக இருக்கும். சிட்டி மொத்தமே நம்ம பார்க்க முடியும் இந்த இடத்துலேருந்து. ஃபஸ்ட்டு இதுதான் பெருசாக இருந்துச்சு. ஆக்சுவலி இப்போ அதை தாண்டி பெரிய பெரிய பில்டிங்ஸ்லாம் வந்துருச்சு. ஸோ அதனால் வந்து இது கொஞ்சம் இப்போ சின்னதாகிடுச்சு. பட் ஆனால் நல்லாயிருக்கும் அந்த எக்ஸ்பீரியன்ஸ். சம்டைம்ஸ் எல்லாம் வந்தீங்க அப்படின்னா ஒரு ஜஸ்ட் ஒரு ட்ரை மட்டும் பண்ணுங்கள். ഇതിൽ വേണം നമുക്ക് നമ്മുടെ പേരൊക്കെ എഴുതാം കേട്ടോ. ഷൈജു വ്ളോഗർ. എന്തായാലും ഞാനും എഴുതി. പപ്പ പേരെഴുതിയോ? മോളുടെ പേരെന്നാ? ലാളിനി. ഓക്കെ, എല്ലാവരും മരച്ചില്ലയിലൊക്കെ പേരെഴുതി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പേരും എഴുതി നമ്മൾ മോശമാക്കണ്ട അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടൈം അവസാനിച്ചു. വേണ്ടേ, ഓടുകയാണ്. നമ്മളൊക്കെ ഓടുകയാണ് ഇവിടെ. ലാസ്റ്റ് ദാസനും വിചാരം ഓടിയതുപോലെ നമ്മളെ ഓടിച്ച് താഴെ ഇടായിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ചെന്നൈയിലെ നമ്മുടെ അണ്ണാ നഗർ ടവർ പാർക്ക്. ഇതാണ് നമ്മുടെ ടവറിൻ്റെ വിശേഷങ്ങൾ. നോക്കിക്കേ, നമ്മളതിന് ഏറ്റവും മേളിൽ കയറി. നല്ല അടിപൊളി കാഴ്ചയാണ് അവിടെ നിന്ന്. നമുക്ക് ഈ ചെന്നൈ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വന്നത് നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും ആ ടവർ കാണാനാണ്. അത് കണ്ടു.
അപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ വരുമ്പോൾ വരിക, അണ്ണാനഗറിൽ വരിക. അണ്ണാനഗറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്ക് കാണാൻ പറ്റും, ഈ ടവർ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.